വലൈക്കും അസ്സലാം. അപ്പോൾ എം കെ ഹാജി സാഹിബുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകവും ചർച്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, ഏതായാലും നമ്മൾ എം കെ ഹാജി സാഹിബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആധികാരികമായി വിവരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഇപ്പോൾ എം കെ ഹാജി സാഹിബിൻ്റെ ഒരു മരുമകൻ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് എന്ന നിലക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ അതേപോലെ മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഞങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ നവോത്ഥാന പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എം കെ ഹാജി സാഹിബ് ഇവിടെ സാധ്യമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളെ പിതാവ് വളരെ പ്രധാനപ്പെട്ട റോള് ആ രംഗത്ത് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുന്ന പ്രഥമ ജനറൽ സെക്രട്ടറി അങ്ങയുടെ പിതാവ് NV അബ്ദുസ്സലാം മൗലവിയായിരുന്നു. അപ്പോൾ NV അബ്ദുസ്സലാം മൗലവിയും എം കെ ഹാജിയും തമ്മിലുണ്ടായ ഒന്നിച്ചുള്ള പ്രവർത്തനം അതിലെന്തൊക്കെയാണ് നമുക്ക് കേരളത്തിന് ഗുണകരമായി ലഭിച്ചത്, എങ്ങനെയൊക്കെയാണ് അത് സാധ്യമായതെന്നുള്ള? തീർച്ചയായിട്ടും ഈ ആദ്യത്തിലെ എം കെ ഹാജി സാഹിബ് ആദ്യത്തെ 12 പേരാണ് കോഴിക്കോട് യോഗം ചേർന്നത് ഈ കേരള നേതൃത്വ മുജാഹിദീൻ രൂപീകരിക്കാൻ വേണ്ടി 1950 1950. അപ്പോൾ അത് ആ യോഗം ചേർന്ന ആ യോഗത്തിൽ ഈ കെ മൗലവി സാഹിബ് സംസ്ഥാന പ്രസിഡൻ്റായും എൻ്റെ പിതാവ് NV അബ്ദുസ്സലാം മൗലവി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അന്ന് യോഗം തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരാദ്യം മലബാർ നദ്വത്തുൽ മുജാഹിദ് എന്ന പേരാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. തെക്കൻ ഭാഗത്തുള്ള ഒരാൾ അവസാനം വന്നതുകൊണ്ട് അതിൻ്റെ പേര് കേരള അന്ന് കേരളം ഉണ്ടായിട്ടില്ലല്ലോ, കേരളം ഉണ്ടാകുന്ന 56 അപ്പോൾ ആ പേര് സ്വീകരിച്ചിട്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നവോത്ഥാന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടും അവർക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഇപ്പോൾ അരീക്കോട്ടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സുല്ലം ഇസ്ലാം സയൻസ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളും അതുപോലെ തിരൂരങ്ങാടി PSMO കോളേജ് അടക്കമുള്ള എത്തിങ്കാന അടക്കമുള്ള അനേകം സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് ഈ നവോത്ഥാനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ശരിക്കും ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ആദ്യകാലത്ത് ഈ വിദ്യാഭ്യാസത്തിന് എതിര് നിന്നിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത്. കാരണം എന്താ, മറ്റൊന്നുമല്ല, ഖിലാഫത്തിനെ എതിർത്തു ബ്രിട്ടീഷുകാർ എന്നുള്ള നിലക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് കാരണം അവരുടെ മോഡേൺ വിദ്യാഭ്യാസത്തിൽ സഹകരിക്കില്ല എന്നാണ് അധിക മുസ്ലിം അന്ന് ആ കാലത്തുണ്ടായിരുന്ന യാഥാസ്ഥികരായ മുസ്ലിയാക്കന്മാരുടെ അഡ്വൈസ് അതായിരുന്നു. സഹകരണമാണ് നിലപാട് എന്നുള്ള. അതെ, നിസ്സഹകരണമായ അവരുമായിട്ട്. അതേസമയം ഈ എം കെ ഹാജി, കെ മൗലവി, അബ്ദുസ്സലാം മൗലവി, കെ മൗലവി ഇവരൊക്കെ തമ്മിലുള്ള അവരാണ് യഥാർത്ഥത്തിൽ ഈ മതവിദ്യാഭ്യാസം മാത്രം പോരാ, നമ്മുടെ സമൂഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം വേണമെന്ന് അവർ തീരുമാനിക്കാൻ കാരണം. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ആശയം സ്വീകരിച്ച ആൾക്കാരെ നമുക്ക് അഹ്ലെ ഹദീസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് കാണാം. പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. കാരണം അവരിൽ ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാർ പട്ടണപ്രദേശങ്ങളിലുണ്ടാകും, ഗ്രാമങ്ങളിലൊന്നും ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശുദ്ധമായ വിശ്വാസാചാരങ്ങൾക്ക് മടങ്ങുമെന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ വിദ്യാഭ്യാസപരമായിട്ട് മറ്റ് സമൂഹങ്ങളുടെ അവരുടെ കൂടെയെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ്. അത് അപ്പോഴാണ് നവോത്ഥാനം ആവുകയുള്ളൂ ശരിക്കും. മറ്റേതിന് നവോത്ഥാനം എന്ന് പറയില്ല, നമ്മൾ ഫണ്ടമെൻ്റലിലേക്ക് മടങ്ങിപ്പോകുക എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഈ NV അബ്ദുസ്സലാം മൗലവിയും KM മൗലവിയും കെ മൗലവിയും എം കെ ഹാജിയൊക്കെ നവോത്ഥാനം എന്ന ഉയർന്നൊരു തലത്തിലേക്ക് ചിന്തിച്ചെത്തുകയും അതിനുവേണ്ടി അവർ വർക്ക് ചെയ്തു. അതിനുവേണ്ടി വർക്ക് ചെയ്തപ്പോൾ KM സീതി സാഹിബ് കയ്യിൽപ്പെട്ട ആളാണ്. KM സീതി സാഹിബ് ഒരു പണ്ഡിതനല്ലെങ്കിലും അദ്ദേഹം ഈ ഇസ്ലാഹി ആദർശം ഉൾക്കൊണ്ട ആളാണ്. അങ്ങനെയാണ് ഈ ഫാറൂഖ് കോളേജൊക്കെ സ്ഥാപിക്കുന്ന കാര്യം. അതായത് ആദ്യമായിട്ട് 3 അറബിക് കോളേജുകളാണല്ലോ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. ആ അറബിക് കോളേജിൻ്റെ അനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉടലെടുത്ത് വരുന്നത്. റോത്തുലൂലും അറബിക് കോളേജ്, ഫറൂഖ് കോളേജിലടുത്ത്, പിന്നെ
സുല്ലം സലാം അറബിക് കോളേജ് അരീക്കോട്, മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് പുളിക്കൽ. അപ്പോൾ ഈ 3 അറബിക് കോളേജിൽ വെച്ചാണ് ഭൗതിക വിദ്യാഭ്യാസം സമുദായം അതെ അതെ, ആ ആശയം ശരിക്ക് ജനങ്ങൾ അംഗീകരിച്ചു വരുന്നത് ഈ പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതിൽ MK ഹാജിയും അബ്ദുസ്സലാം അലയും KM വലിയൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ട് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ശരിക്ക്. കാരണം ഒരാൾക്ക് MK ഹാജി സാഹിബിനെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആദർശപരമായ കാര്യങ്ങൾ KM വലിക്കും അബ്ദുസ്സലാം അലയ്ക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിതാവ് അബ്ദുസ്സലാം അലി എന്ന് പറഞ്ഞാൽ വെറും ഒരു, അദ്ദേഹം സ്വയം മൗലവി എന്ന് പറയാറില്ല, അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് എന്നാണ് പറയുക. കാരണം അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ പഠിച്ചൊരു മൗലവി പട്ടം നേടിയ ആളല്ല, സ്വന്തമായിട്ട് ഖുർആനും പിന്നെ അതുപോലെ അറബിയും പഠിച്ചുണ്ടാക്കിയ ഒരാളാണ്. ആ പഠനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ വലിയ നമ്മുടെ നേതാക്കന്മാരുടെ ഇംഗ്ലീഷ് പ്രസംഗങ്ങളൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു, ഫാദർ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അതെ, ഗണിതം പഠിച്ച ആളാണ് ശരിക്ക്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരാൾ, പക്ഷേ അദ്ദേഹം പിന്നെ ഇൻ്റർമീഡിയറ്റ് വരെ പിന്നെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ച ആളാണ് ഫാദർ. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിവിധ മദ്രസകളിൽ ദാറുൽ ഉലൂം വാഴക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ അതേസമയം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുള്ളത് MK ഹാജിയുടെ കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് പിന്നെ അതായത് അന്നത്തെ പ്രാഥമിക മദ്രസയും അന്നത്തെ LP സ്കൂളും മാത്രം പഠിച്ചിട്ട് ഒരാൾ ഇത്ര അധികം വിദ്യാഭ്യാസത്തിന് സംഭാവന ചെയ്തു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ളത് ആയി മാറി. അതെ അതെ, അതെ, വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ യതീംഖാന സ്ഥാപിക്കുകയും അനാഥകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അവരെ വിദ്യാഭ്യാസം നൽകി ഉന്നത നിലയിൽ എത്തിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമേ ഉണ്ടായിരുന്ന സ്വപ്നം. അതിനു വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം കൂടുതലും തിരുവങ്ങാടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയത്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് MK ഹാജി NV. അതെ അതെ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വലിയ സൈദ്ധാന്തികനായിരുന്നു NV എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഇവർ എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ KM മൗലവി സാഹിബൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം മക്ക മൗലവിയെ പോലെ തന്നെ അവർ 2 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നാണ് പിന്നെ അവരെ പിന്നെ ആദർശ നേതാക്കളായിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് അബ്ദു എന്ന ഒരു ഈജിപ്തിലുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ സമകാലികനാണോ എന്ന് തോന്നുന്നു ശരിക്കും, മുഹമ്മദ് അബ്ദു. പിന്നെ ഒന്ന് റഷീദുർ റിള, അദ്ദേഹം അൽമനാർ തന്നെ ഖുർആൻ തഫ്സീറൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഇവർ നടത്തിയിരുന്ന അൽമനാർ മാസികയുടെ സബ്സ്ക്രൈബർ ആയിരുന്നു വക്കം മൗലവി, KM മൗലവി, എൻ്റെ പിതാവ് അബ്ദുസ്സലാം മൗലവി, EK മൗലവി, ഇവരൊക്കെ. അപ്പോൾ ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈജിപ്ത് ശരിക്കൊരു ബഹുസ്വര രാജ്യമാണ് ശരിക്ക്, ഇന്ത്യയെ പോലെ തന്നെയുള്ളൊരു രാജ്യമാണ്. പക്ഷെ അത്ര അല്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷം, ഇവിടെ ഹിന്ദുക്കൾക്ക് മഹാഭൂരിപക്ഷമുള്ള മാതിരി ഈജിപ്തിൽ മുസ്ലിങ്ങളാണ് മജോറിറ്റി. പക്ഷെ അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മതമില്ലാത്തവരുണ്ട്, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അതെ അതെ അതെ, ഈ കോപ്റ്റിക് മതം സ്വീകരിച്ച ആളുണ്ട്. അതേസമയം സൗദിയിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ 100% ഇസ്ലാം മതം മാത്രം വിശ്വസിച്ച ആൾക്കാരാണുള്ളത്. അപ്പോൾ അവിടുന്ന് വരുന്ന പണ്ഡിതന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ബഹുസ്വര സമൂഹത്തിൽ അതേപടി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇവർ കാണുന്ന എന്താണെന്ന് വെച്ചാൽ വെറും ഒരു സമൂഹത്തെ നവോത്ഥാനം രംഗത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണ് അവരെ ദീൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. അവരാദ്യം ചെയ്തതാണ്. ഖുർആൻ പഠനത്തിന് ശേഷം പിന്നെ അവരെ ഞാൻ പറഞ്ഞ ഈ നവോത്ഥാനത്തിലേക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതിനെല്ലാം പുറമെ അവരെ പൊളിറ്റിക്സിൽ അവർ സജീവമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആശയം ഒരു കൊണ്ടെന്നാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയ കാലത്ത് പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ചേരാൻ പാടില്ല, ഒക്കെ താകൂത്തി സംഘടനകളാണ്, അവരോട് സഹകരിക്കാൻ പാടില്ല. ആ പറഞ്ഞു നടക്കുന്ന കാലത്ത് KM മൗലവി KP കേശവമേനോൻ്റെ കൂടെ വീട് വിടാൻ ഇറങ്ങിയിട്ട് മാതൃഭൂമിക്ക് വരിക്കാതെ ചേർത്ത് നടക്കുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണല്ലോ MK ഹാജി
ഇതൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ പണ്ഡിതന്മാരെ അദ്ദേഹം ശരിക്ക് പറയുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പടി 100% അംഗീകരിക്കുന്ന ഒരു സ്വഭാവമാണ് MK സാഹിബിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബുദ്ധിപരമായി അന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവികളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ അതെ അതെ. പിന്നെ അത് പ്രാവർത്തിയാക്കാനുള്ള സമ്പത്ത് അദ്ദേഹത്തിന് അടുത്തുള്ളത് കൊണ്ട് അതെ, അത് ഉപയോഗിക്കണ യാതൊരു മടിയില്ലാത്ത, സ്വന്തം മക്കൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഈ അനാഥകൾക്ക് നൽകാൻ അദ്ദേഹം. ഈ മുസ്ലിം ലീഗിൻ്റെ വായുദായ മൂല്യത്തിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന ആൾക്കാണ് MK ഹാജി പരിചയപ്പെടുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികനാണ് NV. അതെ അതെ. പിന്നെ KM മൂല്യമാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെ അതെ, മുന്നിൽ നിന്ന ആളാണ്. പ്രകാരമാണ് ഈ KMC സാഹിബും MK ഹാജിയും ലീഗ്. അതെ അതെ അതെ. അപ്പോൾ ആ നിലക്ക് കേരളത്തിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ നവോത്ഥാനം കൂടി ഇവർ ഡിസൈൻ ചെയ്തു. യാതൊരു സംശയമില്ല. അപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പോലത്തെ പള്ളിൻ്റെ മൂലയിൽ പോയി തിരിഞ്ഞിട്ട് അങ്ങനെയല്ല, അല്ലല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മളെ ഇവിടെ ഉള്ള, നമുക്കിപ്പോൾ ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പൊളിറ്റിക്സിൽ സജീവമാകണമല്ലോ അല്ലേ? അതുകൊണ്ടല്ല നമ്മളിവിടെ കേരളത്തിൽ CH മുഹമ്മദ് കോയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ. പിന്നെ നേരെ മറിച്ച് അതിനൊക്കെ പുറംതിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ നമ്മളെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പോൾ സാറിനെ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി നോക്ക്. ഇസ്ലാഹി ആദർശം സ്വീകരിച്ചവരുണ്ട് അവിടെ. പക്ഷേ എന്തുകൊണ്ട് അവർ ആ വില്ലേജുകളിൽ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഇല്ല, എന്തുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലില്ല, എന്തുകൊണ്ട് റോഡില്ല, എന്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല? കാരണം അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് തുടക്കം തൊട്ട്. പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ പ്രവർത്തിക്കുന്ന ഇടയിലാണല്ലോ ഈ കോളറ. അതെ അതെ, എത്തിമിക്കാന കാരണമാകുന്നൊക്കെ അല്ലേ? അതെ. ഒരു മുസ്ലിം ലീഗ് രൂപീകരിച്ച് എനിക്ക് തോന്നുന്നത് ആ ഒരു കാലത്താണ്. അതെ, തലശ്ശേരി ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് പിന്നെ തിരൂരങ്ങാടിയാണ്. KM മൗലവി പ്രസിഡൻറ്റും ഉമർ മൗലവി സെക്രട്ടറി ആയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. 42-ലാണ് പിന്നെ കോളറ ഉണ്ടാകുന്നത്. അതെ അതെ, കോളറ ദുരന്തം. അതെ അതെ, അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ MK ഹാജിക്ക് ഇത് ഭയങ്കരമായിട്ട് ഈ എങ്ങനെയെങ്കിലും ഇവരെ കുട്ടികളെ ഒക്കെ പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു മാസ് ദുരന്തമാണല്ലോ അത്. കണ്ടമാനം കുട്ടികൾ അനാഥരായി. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെ അതിൽ ഹിന്ദു എന്നോ അല്ല മുസ്ലിം എന്നോ ഹിന്ദു ഒക്കെ അതൊന്നും വ്യത്യാസം നോക്കാതെ പിന്നെ അനാഥരായ മുഴുവൻ കുട്ടികളെയും പിന്നെ അവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ചു. അപ്പോൾ അതിലൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് KP രാമൻ എന്ന് പറഞ്ഞാൽ. KP രാമൻ എന്ന് പറഞ്ഞാൽ KP രാമൻ ആയത്തിങ്ങാനയിൽ വന്നു, 5ാം ക്ലാസ്സിൽ ചേർന്നു, അവിടെ പഠിച്ചു. KP രാമനായി തന്നെ വളർന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ സ്കൂളിൽ തന്നെ ജോലി കൊടുത്തു. TTC അവിടുന്ന് പഠിപ്പിച്ചു. പിന്നെ ഓറിയൻ്റൽ ഹൈസ്കൂളിൽ ജോലി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം MLA ആക്കി, PFC മെമ്പറായി. എന്തൊക്കെ ഒരാൾക്ക് ഒരു അനാഥ ബാലന് നോക്കുങ്ങൾ ഈ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ള ചില്ലറ കാര്യമില്ലല്ലോ. അതെ അതെ, മൂപ്പര് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം മാത്രമാണ്. ഇപ്പോൾ വേങ്ങരയുള്ള ഒരു രാമേന്ദ്ര മാഷുണ്ട്, ചെറൂർ LP സ്കൂളിൽ റിട്ടയർ ചെയ്ത മാഷായിട്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ തിരങ്ങാടി പഠിച്ചപ്പോൾ കുറച്ച് ജന്മികൾ പറഞ്ഞ് നീ അവിടെ പഠിച്ചാൽ മുസ്ലിമായി പോകും എന്നാണ്. മുസ്ലിമാക്കാനൊന്നും നമ്മൾ ഞങ്ങളെ മുസ്ലിമാക്കാൻ നോക്കിയിട്ടില്ല. മാത്രമല്ല മുസ്ലിം കുട്ടികളെക്കാളും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതെ അതെ, പള്ളിയിൽ പോകും, സുബൈക്ക് എണീക്കണം, ഇവർക്ക് കുറച്ചു നേരം കൂടി ഉറങ്ങാം, രാവിലെ മദ്രസയിൽ പോകണം, ഇവർക്ക് കളിക്കാം, ഹോംവർക്ക് ചെയ്യാം, കളിക്കാം, ഒക്കെ ചെയ്യാം. അതൊക്കെ രാമാഷ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭാസ്കരൻ രാമേന്ദ്ര മാഷ് അത് അഭിമുഖത്തിൽ പറഞ്ഞു, ശരിക്ക് ഒരു മതം നോക്കാതെ നോക്കുന്ന ഒരവസ്ഥ ശരിക്ക് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഈ കേരളത്തിലെ പിന്നെ ഒരു മദർ തെരേസ ചെയ്ത പോലത്തെ ഒരു വർക്ക് തന്നെയാണല്ലോ സത്യത്തിൽ MK ഹാജിയും സാധ്യമാക്കിയത്. പക്ഷേ മദർ തെരേസയെ പറ്റി പരിചയമുള്ള പോലെ MK ഹാജി അത്ര പരിചയമില്ല. അപ്പോൾ അതൊരു ഇതല്ലേ? അതല്ല, മദർ തെരേസ എന്ന് പറഞ്ഞാൽ അവർ വരുന്ന എവിടുന്നാണ് ശരിക്കും? അവർ വരുന്നത് വലിയൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന്. അവർ ചെയ്തത് നമ്മൾ കുറച്ച് കാണിക്കാൻ പാടില്ല, കാരണം വലിയൊരു ത്യാഗം തന്നെയാണ്. അവരെ ജീവിതം ഈ പിന്നെ ചേരികളിലുള്ള ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹോമിച്ചതാണ്. അവരിവിടെ ഒന്ന് താമസിച്ചു. അത് അവരെ പുനരുദ്ധരിക്കുക എന്നുള്ളതായിരുന്നു അവരെ ലക്ഷ്യം എന്നുള്ളത്. പിന്നെ
പലരും വിമർശിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ സേവനം നമുക്ക് വില കുറച്ച് കണ്ടുകൂടാ. നേരെ മറിച്ച് MK ഹാജി എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രനായ രീതിയിൽ അനാഥനായിട്ടാണ് അദ്ദേഹം, ചെറുപ്പത്തിലെ അനാഥനായി, പിന്നെ സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ലാത്ത ഒരാൾ. അദ്ദേഹം സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇതുണ്ടാക്കുന്നതും എന്നിട്ട് ഈ യതീം കുട്ടികളെ സ്വന്തമായിട്ട് എടുത്ത് പോറ്റി വളർത്തി മറ്റു വലിയൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. അവർക്ക് അസോസിയേഷനും കാര്യമൊക്കെ ഉണ്ട്, മനസ്സിലായി. അവരെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്, അവരെ കാര്യങ്ങൾ ലോകം മുഴുവൻ ഇവരുടെ സേവനങ്ങൾ പ്രചരിപ്പിക്കാൻ ആൾക്കാരുണ്ട്. കെ സാഹിബിന് ആ ഒരു ഇതൊന്നുമില്ലല്ലോ, ആ ഒരു ലക്ഷ്യമില്ല. എൻറ്റയർലി ഡിഫറൻ്റാണ്. രണ്ടും സേവനങ്ങളാണ്. പക്ഷേ MK ഹാജിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് മദർ തെരേസയ്ക്ക് വെച്ചാൽ ഒരു ഏജൻസിയുടെ സപ്പോർട്ടുണ്ട്. അതെ, ലോകത്തിലുള്ള മീഡിയകൾ ഇപ്പം BBC, റോയിട്ടർ, പിന്നെ അതുപോലെയുള്ള ഇതെല്ലാം അവരെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ MK ഹാജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുമില്ല, അതുപോലെ ആഗ്രഹിച്ചിട്ടുമില്ല. അതാണ്. പക്ഷെ അത് അറിയൽ ആവശ്യമാണ്. അറിയിക്കേണ്ടുന്ന ഒരു സമുദായം എന്ത് ചെയ്തിട്ടില്ല, അത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യം ഇവരെടുത്തില്ല. സമുദായ നേതാക്കന്മാരൊക്കെ തന്നെയും ഇവരെ പരസ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. ഒട്ടും അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. പിന്നെ ഈ കോഴിക്കോട്ടെ ഖുർആൻ ക്ലാസ് ആദ്യമായി തുടങ്ങിയ NV ആണല്ലോ. അതെ, അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് നിന്നല്ല, ഒരു വ്യവസ്ഥാപിതമായ ഖുർആൻ ക്ലാസ് തുടങ്ങിയത് NV ആണ്. അതിൽ ശരിക്ക് MK ഹാജി സാഹിബ് നല്ല പ്രേരക ശക്തിയായിട്ടുണ്ട്. കാരണം കോഴിക്കോട്ടിലുള്ള പല പ്രമുഖരും MK ഹാജി സാഹിബിനെ കണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് അരീക്കോട് നിന്ന് വാപ്പ കോഴിക്കോട്ടേക്ക്. ഇപ്പോൾ ഞങ്ങൾ വിത്ത് ഫാമിലി താമസം മാറ്റുകയാണ്. 2 കൊല്ലം അവിടെ പിന്നെ ഖുർആൻ ക്ലാസ് എടുത്തു. എവിടെയെന്ന് പറഞ്ഞാൽ മിഷ്കാത്തുൽ ഹുദ മദ്രസ, ഈ ഇടിയങ്ങര. ജനറൽ സെക്രട്ടറി കോഴിക്കോട് താമസാക്കണം. അതെ, അങ്ങനെ ആവശ്യപ്പെട്ടാണ്. എന്നിട്ട് ഈ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെതായ മാറ്റം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ വളരെ വ്യാപാര പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ക്ലാസ് തുടങ്ങണ എപ്പോഴാന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി പിന്നെ സംസ്കാരത്തിന് ശേഷം ഒരു 8:30 തുടങ്ങി 9:30 വരെയൊക്കെയാണ്. ആ ഒരു മണിക്കൂറിൽ ഖുർആനിലൊരു പേജ് നേരത്തെ ബോർഡുമിൽ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ലൈൻ ബൈ ലൈനായിട്ട് അത് വിവരിക്കുകയാണ് ഒരു ദിവസം. അതിൻ്റെ ചെറിയ തോതിൽ ഗ്രാമർ പറയും, അതിൻ്റെ അർത്ഥം പറയും, അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനവും പറയും. അപ്പോൾ ആ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കന്നൊരു ആ തുടങ്ങുന്ന കാലത്ത് 4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. 1950-ലാണല്ലോ. എന്നിരുന്നാലും MK ഹാജി അവിടെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്നെയും എൻ്റെ 3 മൂത്ത സിസ്റ്റേഴ്സും ഞങ്ങളൊക്കെ എത്തിയിട്ട് ബീച്ചിലൊക്കെ കൊണ്ടുപോയി. അതും കൂടി അങ്ങനെ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. MK ഹാജി. ഈ MK ഹാജിയെ പോലുള്ള സാധാരണക്കാർ സാധാരണ മതത്തെ മനസ്സിലാക്കുന്നത് ഈ പൊതു കഥകളിൽ നിന്നൊക്കെയാണ്. ഇത് MK ഹാജിക്ക് ചാൻസ് കിട്ടിയാൽ അല്ല, ഇവിടെ വേറൊരു വ്യക്തിയും കൂടി ഞാൻ പരാമർശിക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഇവരുടെ കൂടെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് കുഞ്ഞോയെതിരെ എന്ന ആൾ. MK ഹാജിയുടെ മറ്റൊരു മകളെ ഖദീജയെ കല്യാണം കഴിച്ചത് ഈ കുഞ്ഞോയെതിരുടെ മകൻ ഡോക്ടർ മജീദായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു. കുഞ്ഞോയെതിരെ വീട് പന്നിയങ്ങര ഭാഗത്തായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. പക്ഷേ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ വൈദ്യശാല. ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് ആദ്യം ഒരു മീറ്റിംഗ് കൂടിയത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഈ വിഷയത്തിലുണ്ട്. ഖുർആൻ ക്ലാസ് നടത്തിപ്പിലും ഒക്കെ MK ഹാജി ചെയ്ത അതേമാതിരി തന്നെ. ഖുർആൻ ക്ലാസ്സിന് മുസ്ലിം നവോത്ഥാനത്തിൽ വലിയ പങ്ക് എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്ത് പല സ്ഥലത്തും കഥകളിൽ നിന്നാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. അതെ അതെ. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരും ബുദ്ധിജീവികളൊക്കെ എന്ത് ചെയ്തു, യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കുന്നത്. അതാണ് യഥാർത്ഥ വെളിച്ചം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇതിന് കാരണമായി MK ഹാജിയും NV തമ്മിലുള്ള ഈ ബന്ധം അല്ലേ? അതെ അതെ. ആ ബന്ധം അതിന് വളരെ ശക്തമായിട്ട് അതിന് പിന്തുണയാക്കിയിട്ടുണ്ട്. അതെ അതെ. മറ്റു സാധാരണ പിന്നെ മതപണ്ഡിതന്മാർ തന്നെ അല്ല, ആ കാലത്ത് MK ഹാജിയെ സംബന്ധിച്ചിടത്തോളം അന്ന് മദ്രാസിൽ സ്ഥിരമായിട്ട് മദ്രാസിൽ അവിടെ താമസിക്കുന്ന ആളാണ്. പക്ഷേ എന്നിരുന്നാലും വന്നാൽ ആദ്യം എത്തിങ്ങാനെ പോകണമായത് ഇവിടെ കോഴിക്കോടും വരും. ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോവുക.
പിന്നെ MK ഹാജി മദ്രാസ് താമസിക്കുമ്പോൾ ചായലകത്ത് അബ്ദുറഹ്മാൻ ഹാജിയായുള്ള ബന്ധം ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ചായലത്ത്? ഇല്ല. ചായലത്ത് അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹം MK ഹാജി പിന്നെ ഈ പരിവർത്തനത്തിന് ഒരു പ്രേരകമായിട്ടുണ്ടെന്നാണ് കേട്ടുള്ളത്. അയാളെന്തോ ചികിത്സക്ക് വന്നതാണ്, മനസ്സിലായില്ലേ? ആ ചികിത്സക്ക് വന്നപ്പം അദ്ദേഹം പിന്നെ ഇവിടെ താമസിക്കാലോ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാലോ, എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകാലോ എന്ന് പറഞ്ഞപ്പം നിഷ്കരിക്കാത്ത നിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കൂല എന്ന് ഇയാൾ പറഞ്ഞു. അതാണ് ശരിക്കും അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചത്, ചേഞ്ചാക്കിയത്. എനിക്ക് ദീൻ പഠിപ്പിച്ചെന്നാലും ഞാൻ സ്വീകരിച്ചോളാം. അതന്നെ. അങ്ങനെ ദീനി ക്ലാസ്സും തുടങ്ങി. അത് പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കിയാൽ, സത്യം എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം സ്വീകരിക്കും. അതിന് പിറ്റേന്നൊക്കെ കാത്തുക്കൂല. അതാണ് മൂപ്പര സ്വഭാവം. MK ഹാജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നൂറുൽ ഇസ്ലാം മദ്രസ ഉണ്ടാക്കിയപ്പോൾ സദർ മുദരിസായിട്ട് ഈ ചായലത്ത് അബ്ദുറഹ്മാൻ ഹാജിയാണ് ഏൽപ്പിച്ചത്. അതെ. ചായലത്ത് അബ്ദുറഹ്മാൻ ഹാജി അത്രയും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പഠിപ്പിക്കേണ്ട ആളാണ്. അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മദ്രസ സ്ത്രീകളൊക്കെ മദ്രസ ചേർത്തിന്. അദ്ദേഹത്തിന്റെ മകളെ ചേർത്തിന് ആദ്യം തന്നെ. പഠിക്കാൻ സൗകര്യമില്ല. മദ്രസ പരിഷ്കരണത്തിന് കാരണമായി അല്ലേ മൂത്ത മകള്. അപ്പോൾ ഈ നമ്മൾ കായികവില്യത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ സംഘടനാ രൂപമാണോ, സംഘടന മുന്നോട്ട് വെക്കുന്ന ആദർശമാണോ ഇവരധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക? ഇവർ പിന്നെ MK ഹാജിയൊക്കെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നിടത്തോളം ആദർശത്തിനാണ് നമ്പർ 1 സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് പിന്നെ സംഘടനയും പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്സൊക്കെ വരുന്നത്. രണ്ടാം സ്ഥാനമേ ഉള്ളൂ അതിന്. ഞാൻ നിങ്ങളെ ശരിക്കും ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നാമതായിട്ട് മുജാഹിദാണ്, രണ്ടാമതായിട്ട് മുസ്ലിം ലീഗുകാരെന്നാണ് പറയാം. അപ്പോൾ ഒരു മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദർശം ഒരിക്കലും വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും തോന്നുന്നു അക്കാലത്തുണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളൊന്നും ഒരു KNM രജിസ്റ്റർ ചെയ്യുക പോലത്തെ സാങ്കേതിക കാര്യങ്ങൾ നടത്തിയിട്ടില്ല. ഇല്ലല്ല, അതിൻ്റെ കാരണം അതല്ല. അതിൻ്റെ കാരണം പിന്നെ KNM ഉണ്ടായിട്ട് KNM രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അനേകം വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ അരീക്കോട്ടെ ഈ സുല്ലം സലാം സ്ഥാപനം 944-ലാണ്, മനസ്സിലായില്ലേ? 950-ലാണ് KNM ഉണ്ടാകുന്നത്. ഇതുണ്ടായി 6 കൊല്ലം. അപ്പോൾ ഇത് വേറെ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി 940 അതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് 43-ലാണ് തിരങ്ങാടി എത്തിങ്ങാനുണ്ടാകുന്നത്. അപ്പോൾ അതും ഈ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയാണ്. അതൊക്കെ KNM ഉണ്ടാകുന്നതിന് മുമ്പ്. പിന്നെ മാത്രമല്ല തിരുരങ്ങാടിയത്തത് അത് പിന്നെ സുന്നികളായിട്ടുള്ള ആൾക്കാരും ധാരാളം അതിൽ സഹകരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആൾക്കാർ. പിന്നെ ഈ എന്താണ് MK ഹാജി ആയി ബന്ധപ്പെട്ടൊരു ഉണ്ടല്ലോ, ഈ അരീക്കോട് ജമിയത്ത് സ്ഥാപനങ്ങൾക്ക് ഒരു 500 രൂപയുടെ കടം. അത് വലിയൊരു സംഭവം തന്നെയാണ് ശരിക്ക്. അപ്പോൾ പിന്നെ ഒരിക്കൽ ഇത് തോന്നുന്ന 47-48 കാലത്താണത്. അന്ന് പിന്നെ എൻ്റെ ഫാദർ അരീക്കോട് ഇതിൻ്റെ പിന്നെ KNM സ്ഥാപിച്ചിട്ടില്ല. അന്ന് അരീക്കോട് ജമിയത്തുൽ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു 500 രൂപ കടവ വന്നു. 1944 ഇല്ല, 44-അല്ല, കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം 44-ലാണ് സ്ഥാപിച്ചത്. കടം ഉണ്ടാകുന്നത് ഒരു പിന്നെ കാരണം കുട്ടികളെ പഠിപ്പിക്കല്ലേ, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം, വേറെ വരുമാനങ്ങളൊന്നും അന്നില്ലല്ലോ. വഖഫ് വരുമാനങ്ങളൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ അന്ന് പിന്നെ എന്ത് ചോദിച്ചാൽ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് സംഭാവന നൽകുന്ന ആൾക്കാർ കറാച്ചിയിലാണുള്ളത്. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ വേർതിരിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം കറാച്ചിയിലേക്ക് ഒരിക്കൽ പോയിട്ടുണ്ട്. നല്ല സംഖ്യ അവിടുന്ന് കിട്ടും, അത്യാവശ്യം ചിലവിനൊക്കെ ഉള്ള. അങ്ങനെ രണ്ടാമത് കറാച്ചിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ശരിക്ക് വാപ്പാക്ക് ആ സമയത്ത് ട്യൂബർക്കുലോസിസ് ഉണ്ട്. അന്ന് ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. പിന്നെ അതിന് പുറമെ അതിനോടനുബന്ധമായി ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പിന്നെ ബാപ്പ അങ്ങനെ പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞ് ആരാണ് MK ഹാജിനെ അറിയിച്ചത് എനിക്കറിയില്ല കേട്ടോ. MK ഹാജി മദ്രാസ് പോയിട്ട് തിരിച്ചു വരുമ്പം കാറിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. മടങ്ങി വരുമ്പം അന്നും ഈ നിലമ്പൂർ വഴിക്ക് അങ്ങനെയുള്ള പോവുക. തിരിച്ചു വരുമ്പം പിന്നെ
ഇവിടെ വന്നു, അരീക്കോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത സണ്ണില്ലോ ഉണ്ട്, ഡോക്ടർ PM അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ ആൾ. ഇവർ രണ്ടുപേരും കൂടെ വന്നത്. വന്നിട്ട് ഇങ്ങനെ MK സാഹിബ് പറഞ്ഞു പോലെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ്, ഗുരുതരാണല്ലോ പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ വാപ്പയിന് പറഞ്ഞ മറുപടിയാണ് MK അതിനും കൂടി ചിന്തിപ്പിച്ച്. അതായത് ഞാനിപ്പോൾ യാത്ര പോയില്ല എന്നുണ്ടെങ്കിൽ ഈ സംഘം ഇവിടെ മരണപ്പെടും. അതേസമയം ഞാൻ മരണപ്പെട്ടാലും ഇത് നിലനിൽക്കും, അള്ളാഹ് ഇതിനെ നിലനിർത്തും. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കടമുള്ളൂ ചോദിച്ചു. അപ്പോൾ പിന്നെ വാപ്പ പറഞ്ഞു MK സാഹിബിനോട് പിന്നെ 500 രൂപ കടമുണ്ട്. അപ്പോൾ 500 തന്നെ വലിയ സംഖ്യയാണ്. അപ്പോൾ MK ഹാജി ഉടനെ പോയി കാറിൽ നടന്നു പോയി ഒരു ചെറിയ ബാഗ് എടുത്തു വന്നു. ആ ബാഗിൽ എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ നോട്ട്, കോയിൻസ്, പിന്നെ 50 അണയുടെ കോയിന്, പിന്നെ 5 രൂപ നോട്ട്, 10 രൂപ നോട്ട്, അതിന് മേപ്പിട്ടുള്ളൊരു നോട്ടില്ല. അത് എണ്ണി 500 രൂപ ആ ബാഗ് തന്നെ അവിടെ കൊടുക്കുകയാണ് ഈ കടത്തിലേക്ക്. എന്നിട്ട് പിന്നീടുള്ള കഥ എന്നോട് പറഞ്ഞ് ഫാദറല്ല, എൻ്റെ ഈ മൂത്ത ബ്രദറുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു ഇങ്ങനെ സംഭവം അപ്പം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിനായ ഓർമ്മയില്ലാതെ, കാരണം ഞങ്ങളന്ന് ആ പൈസ മുഴുവൻ എന്തിനാണ് ആ പൈസ MK സാഹിബ് സമാഹരിച്ച് നിങ്ങൾക്കറിയോ? അദ്ദേഹം പിന്നെ എത്തിങ്ങാനക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വീട് എത്തിങ്ങാനക്ക് വിട്ടുകൊടുത്തു. അത് നിർബന്ധമായിരുന്നു. അങ്ങനെ ആ വീട്, സ്വന്തം വീട് എത്തിങ്ങാൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അപ്പോൾ പിന്നെ ബാക്കിലുള്ളൊരു വീട്ടിലേക്ക് താമസം മാറ്റി. ആ വീടിൻ്റെ ഓണറാണ് MK ഹാജിനോട് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഏതാണ്ട് 2 ഏക്കർ സംതിങ് ഉണ്ടാവും ആ സ്ഥലം, ഇത് നിങ്ങൾ എടുത്തോളൂ, പിന്നെ എനിക്കൊരു 500 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം മദ്രാസിക്ക് പോയിട്ട് വിവിധ ഹോട്ടലുകൾ, പിന്നെ ബാംഗ്ലൂർ ബേക്കറി ഉണ്ട്, മൈസൂർ വേറെ ബേക്കറി ഉണ്ട്. അങ്ങനെ ആ പൈസയൊക്കെ സമാഹരിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന ഈ 500 രൂപയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ മൂത്ത ആൾ പറഞ്ഞ PM അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എന്നോട് പിന്നെ ഇതിന് മഞ്ചേരി എത്തുമ്പോൾ പെട്രോൾ കാറിൽ പെട്രോൾ അടിക്കാൻ ഒരു ഉറുപ്പ്യ പോലും ഇവരുടെ കയ്യിലില്ല. അപ്പോൾ മുൻ മന്ത്രി അഹമ്മദ് കുരുക്കളുണ്ടല്ലോ അന്തരിച്ചേ, അദ്ദേഹത്തിൻ്റെ പിതാവ് അഫ്സൻകുട്ടി കുരുക്കളെന്ന് പേര് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് 3 രൂപ വായ്പാക്കി, 3 rupees. അതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അങ്ങനെ അവർ തിരങ്ങടിക്ക് തിരിച്ചു പോണത്. അപ്പോൾ ആ ഒരു സംഭവം തന്നെ നമുക്കതിൽ ഏറെ ചിന്തിക്കാണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മളടുത്ത് നമ്മൾ സ്വന്തം വീട് വാങ്ങാൻ നമ്മളടുത്തൊരു പൈസ ഉണ്ടായിരിക്കുക, നമ്മളെന്താ ചെയ്യുക? ആ കാശ് നമ്മൾ പിന്നെ ഒരാൾ ചോദിച്ചാൽ തിടുക്കം പറഞ്ഞാൽ നമ്മളെ ഇതൊരു 100 രൂപ എടുത്ത് കൊടുക്കുക. കയറി എന്നാൽ വലിയ ഉദാരമായിട്ട് ചെയ്യുന്ന ഒരാൾ ഒരു 100 രൂപ കൊടുക്കും, മറ്റേ 10 റുപ്യക്ക് കൊടുക്കുള്ളൂ. ബാക്കിയുള്ള കാശ് ഇയാൾ വേറെ ഉടനെ പിരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതെന്താ വെച്ചാൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലെ അതിന് എടുത്തേക്കാതെ ഒരു 10 റുപ്യ എടുത്തേക്കാലോ, ഫുൾ പൈസ അവിടെ കൊടുത്തിട്ടാണ് പോവുകയാണ്. പിന്നെ ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടേക്കും പിരിവിന് പോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണ് ആ പോക്ക് അവിടെ നിർത്തിവെപ്പിച്ചു. മാത്രമല്ല വീണ്ടും പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഫാദറെ കൂട്ടി മദ്രാസിൽ പോയിട്ട് പിന്നെ ഏതോ സ്റ്റാൻലി മെഡിക്കൽ കോളേജിലും തോന്നുന്നു ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് 1 മാസം ബൈസ്റ്റാൻഡറായിട്ട് നിന്ന്. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ MK ഹാജിയും പറഞ്ഞിട്ടുണ്ട്, ബാപ്പിയും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ചോദിക്കുക അണ്ണനോ തമ്പിയോ, ഏത് ഇവർ നേരെ ജ്യേഷ്ഠനും അഞ്ചനാണ് ആൾക്കാർ. അത്രയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാൾ, നാട്ടിൽ വലിയ പേര് പ്രശസ്തിയൊക്കെ ഉള്ള ഒരാൾ, കുറേ സമയം അതെല്ലാം ഈ ഒരാളോട് ഇത്രയും താല്പര്യം കാണിക്കണം എന്തിനാണ്? ഇത് ഖുർആൻ നന്നായിട്ട് അറിയുന്ന ഒരാൾ, പഠിപ്പിക്കുന്ന ഒരാൾ, അയാളിപ്പം മരിച്ചുകൂടെ പെട്ടെന്ന്. അപ്പോൾ അയാളെ പിന്നെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തൽ അത്യാവശ്യമാണെന്ന് തോന്നുകയാണ്. അതന്നെ. അപ്പോൾ ഒരു മുസ്ലിം ബുദ്ധിജീവിയെ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതനെ എങ്ങനെ ആദരിക്കണം? ഇത് അതെല്ലാം പറഞ്ഞു. ഇത് MK ഹാജി അല്ലാതെ വേറെ ആരും ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനത്തെ ഇത് ഇത്രയും ഒരു ഉദാരമായിട്ട് പിന്നെ സഹായിക്കുകയും
ഇത് ചെയ്യുന്നതിന് എത്രയോ ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പാവപ്പെട്ട ആൾക്കാർ മദ്രാസിൽ വന്നാലും അവരെ മുഴുവൻ ട്രീറ്റ്മെൻറ്റും അവർക്കുള്ള ഫുഡൊക്കെ ഈ അഹമ്മദ് റെസ്റ്റോറൻറ്റിലായിരുന്നു എത്രയോ കാലം. അഹമ്മദ് റെസ്റ്റോറൻറ്റ് കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുടെ ഒരു അവരൊരു നമ്മളെ നേതാക്കന്മാരൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫേസിങ് എന്ന രൂപമായിരുന്നു പലപ്പോഴും ആളുകൾ ചെയ്യാം. ഒരു പ്രശ്നം ഉണ്ടായാലും ഫേസ് ചെയ്യുക, അഭിമുഖീകരണം, അതിൽ നിന്ന് വേറൊരു പാരസ്പര്യം, അതേപോലെ തന്നെ ഒരു നിലനിൽക്കാൻ അന്തസ്സോടെ നിലനിൽക്കാനുള്ളൊരു ഒരു തന്ത്രം ഉണ്ടാക്കുക എന്ന രൂപത്തിലാണ് MK ഹാജിയും ഒക്കെ വർക്ക് ചെയ്തത്. അതെ അതെ അതെ. അപ്പോൾ അത് അല്ല, MK ഹാജിയുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ആൾ തന്നെയായിരുന്നു എന്ത് കാര്യത്തിലും. ആരെയും കൂസാത്ത നല്ല ധൈര്യമുള്ള നല്ല അന്നത്തെ പടകളി എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇതുണ്ട്. പടകളി എന്നാനുമല്ല. അപ്പോൾ അത് പിന്നെ നമ്മളിപ്പോൾ എന്താ കരാട്ടമാരത്തെ ഒരിതാണ്. അതൊക്കെ പഠിച്ച് വശമുള്ള ആളാണ്. അപ്പോൾ ആരും ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെടും ധൈര്യമുള്ള ആളാണ്. പക്ഷെ അത്തരം സ്വഭാവങ്ങൾ പിന്നീട് പുറത്തെടുക്കാതെ ആയി. കാരണം ഈ ഖുർആൻ പഠിച്ചപ്പോൾ ആളാകെ മാറി. അത് പുറത്തെടുക്കേണ്ട സന്ദർഭത്തിൽ പുറത്തെടുക്കാം, അത് എപ്പോഴും പുറത്തെടുക്കാതെ വളരെ സമന്വയ രൂപത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പിന്നെ പോളിസിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓക്കെ, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യം കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ടോ മറ്റേതെങ്കിലും സംഘവുമായിട്ടോ ഒരു കലഹം തുടർന്നു പോകുന്നതിന് പകരം പിന്നെ അവരിൽ നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ സമൂഹം ഇങ്ങനെ നന്നായി നിലനിൽക്കണം, അതിനാവശ്യമായ ഗുണപരമായ തലങ്ങളിലേക്ക് ജനതയെ കൊണ്ടുപോകുന്ന ഒരു കറക്റ്റാണ്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം വിഭാവന ചെയ്തത്. ഇപ്പോൾ വെറും ഒരു തിരങ്ങാടി സ്ഥാപനം മാത്രമല്ല, മമ്പാടൊരു കോളേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ അവിടെ അത്തമോയിൻ അധികാരി ഉണ്ട്, അദ്ദേഹത്തിനെ കണ്ട് ഇപ്പോൾ MESൻ്റെ മറ്റേ മണ്ണാർ പിന്നെ പമ്പാട് കോളേജ് ഉണ്ടല്ലോ, ആ കോളേജ് സ്ഥാപിച്ച MK ഹാജിയൊക്കെ ചേർന്നിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. പിന്നീട് അത് MES ഏറ്റെടുത്തു. വിദ്യാഭ്യാസ പ്രവർത്തനവും മതപ്രവർത്തനവും എല്ലാം കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുള്ള അതെ ഭാവി കണ്ടുകൊണ്ടുള്ള അതെ അതെ ആസൂത്രണം. ഈ ആസൂത്രണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു അക്കാലത്ത് ജീവിച്ച ആർക്കും സാധ്യമാവാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊരു കാഴ്ചപ്പാട്. കറക്റ്റ്. അപ്പം ഇങ്ങനെ സ്ഥാപനത്തിൽ ഇപ്പോൾ PSMO കോളേജിൻ്റെ ആ മുകളിൽ നിന്ന് നോക്കിയാൽ MK ഹാജി സ്ഥാപനങ്ങൾ വരെ നീണ്ട് കാണാൻ പറ്റും. മാത്രമല്ല അവിടെ എല്ലാം സ്പേസ് കിടക്കുന്നുണ്ട്. ഓരോ സ്ഥാപനത്തിൻ്റെയും വിദ്യാർത്ഥികളുടെ അസംബ്ലി നിൽക്കണമെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്, ഓരോ സ്ഥലത്ത് സ്പേസ്. അതേപോലെ അതിൻ്റെ ലേഔട്ടിങ് ഇതൊക്കെ ഫസ്റ്റ് പണം കിട്ടിയിട്ടല്ല, എല്ലാത്തിനും കൂടി നിർമ്മിക്കാൻ ഒരേ സമയത്ത് പണം കിട്ടിയല്ല. പക്ഷെ എന്നാലും ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വെച്ച് പുറത്തില്ല. അത് നമുക്ക് ആലോചിച്ച് നോക്കുന്നത് 1948 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് അങ്ങനെ കാര്യമായിട്ടൊരു എഞ്ചിനീയർമാരോ ഇപ്പോൾ ഈ ആർക്കിടെക്ചർ എന്ന സാധനം ഇല്ലാത്തൊരു കാലം. അപ്പോൾ അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു പിന്നെ TP കുട്ടിയാം സാഹിബ്. കുട്ടിയാം സാഹിബ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയർ കോളേജ് പഠിക്കുന്ന കാലത്ത് എൻ്റെ ലോക്കൽ ഗാർഡിയൻ കൂടിയായിരുന്നു. അന്ന് ചീഫ് എഞ്ചിനീയറാണ് ആ കാലത്ത്. ഞാൻ പഠിച്ചത് 1965 to 70 കാലത്താണ്. MK ഹാജി അദ്ദേഹത്തെ ഈ യത്തീംഖാനയ്ക്ക് വിളിച്ചു വരുന്നത് 1948 എന്നിട്ട് അദ്ദേഹത്തിനോട് MK ഹാജി ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനാണ് യത്തീംഖാനയ്ക്ക് വേണ്ടി. ഭാവിയിൽ വരാൻ പോകുന്ന കെട്ടിടങ്ങൾ അത് എവിടെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പോലും ഇത് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ നമുക്ക് പല തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. കുറേ ഏരിയ ഉണ്ടാവും. എന്നാൽ ഇവിടെ കുറ്റിയടിക്കാന്ന് പറയും, ആരോടും കൺസൾട്ട് ചെയ്യില്ല. അപ്പോൾ അത് ഒരുപാട് MK ഹാജിൻ്റെ അടുത്ത് പഠിക്കാണ്ട് ശരിക്കും. അന്നത്തെ വൈദ്യുതങ്ങൾ എന്താണോ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് അത് ഏറ്റവും ടോപ്പ് ആൾക്കാരെ തന്നെ വിളിച്ചു വരുത്തി കൺസൾട്ട് ചെയ്യും. അത് തന്നെ അരീക്കോട്ടും ചെയ്ത്. അരീക്കോട് ആ പള്ളി നിർമ്മിക്കുമ്പോൾ കുട്ടിയാം സാഹിബിനെയാണ് കൊണ്ടുവന്നത്, പാപ്പ വിളിച്ചുകൊണ്ടുവന്നത്. ഫറൂഖ് കോളേജൊക്കെ ഏതാണ്ട് പിന്നെ കുട്ടിയാം സാഹിബ് തന്നെയാണ് ആ തുടക്കത്തിലൊക്കെ ഉള്ള ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ദക്ഷിണാശാലിയുടെ ലക്ഷ്യം നിലവിലുള്ള വിഭവത്തെ മാനേജ് ചെയ്യുക എന്നുള്ള അത് MK ഹാജിയിൽ കാണുന്നുണ്ട് അല്ലേ? യാതൊരു സംശയമില്ല കാര്യത്തിൽ. സാമൂഹിക രംഗത്ത് പിന്നെ ഇനി ബിസിനസ് രംഗത്തായാലും ഒക്കെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആളെന്നെ. അദ്ദേഹം 2ാം ലോക മഹായുദ്ധ സമയത്താണ് മദ്രാസിൽ പിന്നെ ബിസിനസ് തുടങ്ങി വരുന്നത്. അല്ല, 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഉടനെ 1928 ഈ അഹമ്മദ് റെസ്റ്റോറൻറ്റ് സ്ഥാപിക്കുന്നത്. 1921-22 കാലത്ത് സ്ഥലം വിട്ടണമല്ലോ മദ്രാസിക്ക്. പിന്നെ കുറേ കാലം പല ജോലികളൊക്കെ ചെയ്ത് അവസാനമാണ് ഒരു ചായക്കട തുടങ്ങുന്നത്. അതാണ് പിന്നീട് പിൽക്കാലത്ത്
അഹമ്മദ് റെസ്റ്റോറൻ്റായിട്ട് മാറുന്നത്. അത് 1928-ലാണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയത്താണ്. പക്ഷെ പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം വന്ന് ഈ ജപ്പാൻകാർ ഈ ചെന്നൈയൊക്കെ അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കും എന്നുള്ളൊരു ഘട്ടം വന്നു. ആ ഘട്ടം വന്ന സമയത്ത് അധികം ആൾക്കാർ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം MK ഹാജി തീരുമാനിച്ചു എന്താ അപ്പോൾ ഓടിപ്പോയിട്ട് എവിടേക്ക് പോകുന്നു, അവിടെ ഉറച്ചു നിന്ന് അവിടെ നന്നായിട്ട് ആ ഹോട്ടലപ്പോൾ അഭിവൃദ്ധിപ്പെട്ടു. പട്ടാള ക്യാമ്പിൽ നിന്ന് ആൾക്കാർ വരെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ശരിക്കും ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു തരാൻ അദ്ദേഹം തന്നെ പറഞ്ഞുള്ളത്. അതായത് ഒരു മിലിറ്ററി ഓഫീസർ വന്നിട്ട് എന്തോ ബഹളം വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് ഭരണി ഉണ്ടാവില്ല നമുക്ക് മിഠായി ഭരണികൾ ഈ മറ്റേ അതിൽ കൗണ്ടറിൽ അത് പൊട്ടിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ പറഞ്ഞാൽ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഇയാളങ്ങോട്ട് അടിച്ച് ഈ മിലിറ്ററി ഓഫീസറെ തള്ളിയിരുന്നാ കാണുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, സാധാരണ ഇയാളെ കൊണ്ടുപോയി കോർട്ട് മാർഷൽ ചെയ്യും അല്ലേ, മിലിറ്ററി ഓഫീസറൊക്കെ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആൾ. പക്ഷെ അയാൾ എണീറ്റ് വന്നിട്ട് കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ കുഞ്ഞഹമ്മദ്, ഹൗ ഡു യു ഡു ദിസ്, എനിക്കൊന്ന് പഠിപ്പിച്ചു. മനസ്സിലായ? അതെ, അവരുടെ ഒരു ക്വാളിറ്റിയാണത്. മൂപ്പർ അതൊന്നും ഉദ്ദേശിച്ചില്ല ചെയ്യുന്നത്. ആരും ഭയപ്പെടുക, അള്ളാനല്ല വേറെ ആരും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, അത് ചെയ്യും. പിന്നെ അതേപോലെ ഇവന്റ് കുഞ്ഞാദ്വാജിയുടെ ഒരു ലേഖനമുണ്ട്, നമ്മുടെ 63-ാം വാർഷിക സോനിയറിലെ. അതിൽ പറയുന്നുണ്ട് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ഒരു റൗഡി കയറിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ തുടങ്ങി, വീടിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കത്തിയുണ്ട്. അപ്പോൾ ഈ കത്തിയുണ്ട്, അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലുന്നത് അത്ര ഗുണകരമല്ലാന്ന് എനിക്ക് തോന്നി. അത് ശരിയല്ല. ഒരാളെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ അവർ അധികാരിയാണ്. അധികാരിയെ കൊല്ലാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനാണ്. അതെ അതെ, ബ്രിട്ടീഷുകാരല്ല, പക്ഷേ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കുക, കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അഭിലഷണീയമല്ല എന്ന് തോന്നി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, ആ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്, MK ഹാജി ഒരു വാഴയുടെ തടി വെട്ടിയിട്ട് മുകളിലേക്ക് കയറി അങ്ങനെ അദ്ദേഹം കത്തി കൊണ്ട് കുത്തുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, തടുക്കും. അങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ സംഭവം കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് റസാഖ് സാഹിബ് പറഞ്ഞു ഈ അന്ന് ഒരു ചെറിയ മുറിവ് തലക്ക് പറ്റിയതാണ്. ഈ തൊപ്പിയെടുത്ത് ഊരിയിട്ട് ഈ മുറിവ് കാണിക്കത്രേ, ഇതിങ്ങനെ സംഭവിച്ചാണ്. അത് ഈ അധികാരിയെ കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നത്, ഈ അധികാരിയാണ് ഇദ്ദേഹത്തെ കേസ് കുടുക്കിയെന്ന് പറയുന്നുണ്ട്. ഇല്ലല്ല, ശരിയാൻ സാധ്യതയല്ല. ഇല്ലല്ല, കേസ് കുടിക്കാനാണ്. അല്ലല്ല, അധികാരി എല്ലാം മദ്രാസ് പോകാൻ കാരണമായത് ഏതോ ഒരു ഇദ്ദേഹം പ്രതിയായതാണ്. ആരോ പറഞ്ഞെടുത്ത് പ്രതിയാക്കിയാണ്. അതായത് ഒരു ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടു. ഈ പുഴ കടന്ന് അതിലെ മൂപ്പര വീട്ടിൻ്റെ മുകളിലുള്ള വഴി കൂടെ കയറി വരുമ്പം ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൽ ഒരു പ്രതിയായിട്ട് അങ്ങനെ ഇയാൾ അധികാരി പറഞ്ഞാണ് ഇപ്പോൾ നാട് വിട്ടു പോകാൻ. കഥ പറയുമ്പോൾ വായിക്കുമ്പോൾ കണ്ണിന് വല്ലാതെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത്രയും വൈകാരികമായൊരു കഥ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാനായ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ MK കുടുംബനാഥൻ എന്ന നിലക്ക് നിങ്ങൾ ടൂറിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു ഫ്രഷ് ഒരു ചെറുപ്പക്കാരനെ പുതിയാപ്പിളായിട്ട് നിങ്ങൾ വീട്ടിൽ കയറി വന്നു. അപ്പോൾ നിങ്ങളെ വലിയ അന്ന് അദ്ദേഹം ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ഒരു മഹാനായ സുഹൃത്തിൻ്റെ മകനാണ്. ആ നിലക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചില വാത്സല്യങ്ങൾ, സ്നേഹം, അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളുണ്ടാവും? ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വളാഞ്ചേരി അടുത്തുള്ള ഒരാൾ, അദ്ദേഹം ഒരു ഭൂമി നമുക്ക് എത്തിങ്ങാനൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് രോഗിയായി മാറിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ തന്നെ വന്ന് നേരിട്ട് വന്ന് അതിൻ്റെ വരുമാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി അടക്കുന്ന ആളാണ് അയാൾ. അപ്പോൾ നേരിട്ട് വന്നത് കണ്ടിട്ട് ഇതൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ആയിക്കോട്ടെ പോവാം, ഞാനും പോകാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡ്രൈവറോടെ വെച്ച് കാറുണ്ട്. ഡ്രൈവറല്ല, നീ എന്നെ ഡ്രൈവ് ചെയ്യണം എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിന് ലൈസൻസ് ഇല്ലല്ലോ. ആ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടിട്ട് എനിക്കറിയാം
അതുകൊണ്ട് വണ്ടി എടുത്ത് വാറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി. ഞാൻ ഡ്രൈവർ സീറ്റിലും മൂപ്പരും ഇവിടെ ഇരുന്നിട്ട്, മൂപ്പര് ബാക്കിലായിരിക്കണം, മൂപ്പർക്ക് സാറിന് ഇരിക്കൽ. അപ്പോൾ അങ്ങനെ എന്തോ ആരോ പറഞ്ഞു കൊടുത്ത മാതിരി കക്കാടെത്തിയപ്പം ഒരു പോലീസ് സംഘം കൈ കാണിച്ച് നിർത്തി വണ്ടി. ഒരു പോലീസുകാരൻ വന്നിട്ട് പിന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് എൻ്റെ അന്ന് ഈ നമ്മൾ AC ഒന്നുമില്ലല്ലോ കാറിൽ, അപ്പോൾ ഗ്ലാസ്സൊക്കെ തുറന്നു എന്നോട് ചോദിച്ചു നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ ലൈസൻസ് ചോദിച്ചു, ഡ്രൈവിംഗ് ലൈസൻസ്. അതിൽ മൂപ്പർക്ക് സഹിച്ചില്ലത്. മൂപ്പർ കാറിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ഈ പോലീസുകാരനോട് ചോദിച്ചു, നീ ആരടാ ചോദിച്ചു. ലൈസൻസ് ഇല്ലാതെ ആളുകൾ വണ്ടി ഓട്ടൽ, മാന്യന്മാർ ഒരു വഴിക്ക് ധൃതി പിടിച്ച് പോകുമ്പം അവൻ്റെ ലൈസൻസ് ചോദിക്കൽ പോടായിരുന്നു ഞാൻ പോലീസുകാരോട്. അപ്പോൾ അപ്പുറത്ത് SI നിൽക്കണേ അയാൾ പറഞ്ഞു പൂര്യങ്ങായി MKG ആണ് ഇത്. അതെ, ഒരു ഇക്കുമത്താണ്. എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അന്ന് മുമ്പ് എന്നെ രക്ഷപ്പെടുത്തിയത്. കാരണം മൂപ്പരാണല്ലോ, ഞാൻ ലൈസൻസ് ഇല്ല മൂപ്പരോട് പറഞ്ഞിരിക്കണ്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ പോയി പിന്നെ നമ്മൾ ഈ കാര്യം കണ്ട് സാധിച്ച് തിരിച്ചു വന്നു. പിന്നെ വേറെയും ഒരുപാട് സ്ഥലത്ത്, ഇപ്പോൾ മദ്രാസിൽ പിന്നെ നമ്മൾ പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനുണ്ട്, വൈഫുണ്ട്, ഞങ്ങൾ കൂടെ മദ്രാസിൽ പോവാണ്. എന്നാലിങ്ങനെ മൂപ്പര് ഏത് യാത്രയിലാണെങ്കിലും പിന്നെ സുബൈക്ക് പിന്നെ ട്രെയിനിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് മക്കളെ സുബൈയാണ് നീക്ക് മോളെ അവളൊക്കെ പറയും ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഭയങ്കര ചിട്ടയാണത് ശരിക്കും. എല്ലാവരും ഭയങ്കര നിർബന്ധമായിട്ട് ഇങ്ങനെ. പിന്നെ ഒരിക്കൽ അവിടെ റബ്ബർ എസ്റ്റേറ്റിൽ സമരം നടക്കുക. അപ്പോൾ അവിടെ അദ്ദേഹം തന്നെ ഒരു പിന്നെ നമ്മളെ അരീക്കൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, MM മലബാരി. അദ്ദേഹം അങ്ങനെ ഒരു പള്ളി MKG ഒരു ഏക്കർ സ്ഥലം പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് തന്നെ, മെയിൻ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ പള്ളി എന്നാൽ ഞാൻ ഉണ്ടാക്കാമെന്ന് ഇയാൾ അരീക്കൻ മലബാരി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പള്ളീൻ്റെ പിന്നെ പണി നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പം പലപ്പോഴും അതിൻ്റെ നമ്മളെ തിരൂർ പൊളിയിലുള്ള എൻ്റെ കൂടെ അവിടുത്തെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് സൂപ്പർവൈസ് ചെയ്ത്. പിന്നെ ഒരു മുഹമ്മദ് അലി ഉണ്ടായിരുന്നു, PWD എഞ്ചിനീയർ, KMT മുഹമ്മദ് അലിയാണ്, അദ്ദേഹമാണ് സൂപ്പർവൈസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാനും അദ്ദേഹം കൂടെ പോയി, ഇടക്കര പോയി. അപ്പോൾ അവിടെ എസ്റ്റേറ്റിൽ അന്ന് സമരം നടക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ഈ ആൾക്കാരൊക്കെ അങ്ങനെ ഈ പള്ളിയിൽ നിന്ന് ഞങ്ങളുണ്ട് ഇറങ്ങി റോട്ടിലേക്ക് ഇങ്ങനെ വന്ന ഉടനെ ഈ തൊഴിലാളികൾക്ക് പാടെ ഇദ്ദേഹത്തിനെ വളഞ്ഞി, മനസ്സിലായോ? ഇതിങ്ങനെ മൂപ്പരെ ക്വസ്റ്റ്യൻ ചെയ്യും, ഒരൊറ്റക്കുള്ളൂ, ഞാനും ഉള്ളൂ. അപ്പോൾ ഇതിൽ പിന്നെ ഇവർ എന്താണ് ഞങ്ങൾ എന്നെപ്പറ്റി വിചാരിച്ചത്, രണ്ട് തിരിച്ചിൽ, ഏത് പറ്റ വയസ്സായി മരിച്ചത്, രണ്ട് ആക്ഷനൊക്കെ കാണിച്ച് അപ്പോലെ കൂടെ വേഗം മാറി ഞാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചോണേ വല്ലാത്തൊരു മനുഷ്യൻ ചിരിച്ചു ഇവർ. അതൊക്കെയാണ് അതാണ് സമയത്ത് പെട്ടെന്നുള്ള തോന്നിയാണ്. അപ്പോൾ ഒരു കരാവോ ചെയ്യാന്നൊക്കെ ഇവർക്ക് തോന്നിയതേ. അപ്പോൾ ഒരു ആക്ഷൻ കൊണ്ടെടുത്തു ഇവർ. മറ്റേ പടകളിൻ്റെ ആക്ഷൻ. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ശരിക്കും. പിന്നെ നിങ്ങൾ ഈ നിലമ്പൂരിൻ്റെ പള്ളിയെ പറ്റി പറഞ്ഞല്ലേ, അതേപോലെ വേറെ കുറേ പള്ളികൾ അല്ല, മലപ്പുറത്തെ പള്ളി ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മലപ്പുറം കുന്നുമലുള്ള പള്ളി ഉണ്ടല്ലോ, അത് ആ പള്ളിക്ക് പിന്നെ നമ്മൾ ഒരു MM മലബാരി തന്നെ ഒരു പള്ളി മുമ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം വാങ്ങി MKG കൂടെ തന്നെ തോന്നണത്. മജീദ് ഡോക്ടറൊക്കെയാണ് അതിൽ പിന്നെ സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആളുകൾ പ്രസംഗിച്ചു, തറക്കല്ലിടുകയാണല്ലോ. അതിൽ MKG പ്രസംഗിച്ചത് എന്താ പറഞ്ഞാൽ ഇൻഷാ അള്ളാ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ജുമ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു ശനിയോ ഞായറോ ഒക്കെയാണ് നടക്കുന്നത്. അതിൽ ഇവർ ഈ ഇതിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ ആകെ ഞെട്ടി, തറക്കല്ലിട്ടിട്ടല്ലേ ഉള്ളൂ, പിന്നെ അടുത്ത വെള്ളിയാഴ്ച എങ്ങനെ ചോദിച്ചു. അപ്പോൾ മൂപ്പര് പ്രസവം കഴിഞ്ഞ് ഇറങ്ങിയാട് അല്ല മജീദ് ആക്ട് വെച്ച് എന്തപ്പം നിങ്ങൾ ഈ പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ച ജുമ ചോദിച്ചു. എന്താ അടുത്ത വെള്ളിയാഴ്ച ജുമ എടുത്തിയാൽ ഒരു ഷെഡാണ് കെട്ടി കളിയാ. ഷെഡാണ് കെട്ടി തുടങ്ങുകയും ചെയ്തു.
ആ അതെ അതെ CP എടുത്ത് പറയുന്നുണ്ട്. അതെ അതേപോലെ ഉദ്ഘാടനം തീരുമാനിച്ചു. പറഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞപ്പോൾ ഈ അടുത്ത വെള്ളിയാഴ്ച എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചു. അപ്പോൾ പുത്തൂർപ്പള്ളിക്കുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞേ, നിങ്ങൾ നാളെ തന്നെ കുറച്ച് വസ്തുക്കളൊക്കെ കൊണ്ടുവരണം, ഷെഡ് കെട്ടണമെന്നാണ്. അപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ എന്നാൽ ഞാൻ കൊണ്ടുവരാൻ തിരങ്ങാടിയതാണ്, നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം, നിങ്ങളെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ കൊണ്ടുവരാം. അങ്ങനെ അവർ എന്ത് ചെയ്ത് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ഷെഡൊക്കെ കെട്ടി ആ വെള്ളിയാഴ്ച തന്നെ പുതുമ തുടങ്ങി. പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ കാര്യം നല്ല തോന്നിയാൽ പിന്നെ വേറെ അതല്ല എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പള്ളി തറക്കല്ലിട്ടിട്ട് ആളുകളൊക്കെ കൂടെ സംഭാവന വാങ്ങി അത് കംപ്ലീറ്റ് തേച്ച് അത് നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ പറഞ്ഞാൽ അത് മുമ്പ് സമ്മതിക്കൂല. ആ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഷെഡ് കെട്ടിയിട്ട് ചെയ്തൂടാ എന്നുള്ളതാണ്. പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവാണ്. എല്ലാവരും ആ സൈറ്റിൽ എന്നും ചെല്ലും, 5 നേരം പോവും, പള്ളി അവരുടേതായി മാറും. ആ അതെ. മാത്രമല്ല അദ്ദേഹം പിന്നെ തിരങ്ങാടിത്തിങ്ങാൻ്റെ പണിയിൽ ഞാൻ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിയാൻ ചെയ്യും. ഒരു ചെറിയ ഇഷ്ടിക, അപ്പോൾ ഞാനൊക്കെ ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്ടിക ചുമക്കാൻ എനിക്കും പറ്റുമോ, എൻ്റെ കഴിക്കും പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ കുട്ടികൾക്ക് ചെറിയ ഇഷ്ടിക ചുമക്കുക, വലിയ ആൾക്കാർക്ക് വലിയ കല്ലെടുത്തുണ്ടാവുക. അതിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യും, എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞാൽ കുറച്ചായിട്ട് എനിക്ക് വരിക. അപ്പോൾ എനിക്ക് നോക്കുന്നുണ്ടാവും. അന്ന് മുതിർന്ന ആളല്ലേ, കുറച്ച് വയസ്സായ ആളാണ്. അപ്പോൾ ഞങ്ങൾ നോക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കും, പിന്നെ എന്നിട്ട് പിന്നെ സന്തോഷം പ്രകടിപ്പിക്കും അധ്വാനിക്കുന്നതിന്. അത് പണ്ട് മുമ്പേ കാലത്ത് സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ രസമക്കുളം ഉണ്ടാക്കുന്ന സ്വന്തമായി അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ എനിക്കറിയാം. ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാനൊരു ദിവസം എൻ്റെ നേരെ കസീനാണല്ലോ പ്രഥമ പ്രിൻസിപ്പാൾ. അപ്പോൾ അങ്ങനെ എന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ MK ഹാജി സാഹിബ് ഉണ്ട്, ഇവിടെ നമുക്കൊന്ന് കാണാറില്ല. അപ്പോൾ എവിടെയാണെന്ന് വെച്ച് നോക്കുമ്പോൾ എന്താ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, ഇവിടെ വാർപ്പ് നടക്കുക. അപ്പോൾ ആ കമ്പിൻ്റെ മുകളിൽ മൂപ്പരിങ്ങ് നിൽക്കുക ഞാൻ ചെന്നപ്പോൾ. എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് മുഹമ്മദ് സാഹിബ് എത്രയോ സംഭവം പറയുന്നു. അത് ഒന്നുമല്ല, മൂപ്പര് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ തിരങ്ങാടി യഥാർത്ഥത്തിൽ പ്രിൻസിപ്പാളാകാൻ വേണ്ടിയിട്ട് പിന്നെ അവർ പോയിട്ട് തിരങ്ങാടിത്തെ ആൾക്കാർ പോയിട്ട് പിന്നെ ഇവിടെ ഫാറൂഖ് കോളേജിലാണല്ലോ അദ്ദേഹം. ഇതൊരു ജൂനിയർ കോളേജായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഡീഗ്രഡേഷനാണിത്. അപ്പോൾ അവിടേക്ക് അദ്ദേഹം ഞാൻ വരുന്നില്ല അറിഞ്ഞ് താല്പര്യം കാണിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത് MK ഹാജി നേരെ ഇവിടെ അരീക്കോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഫാദറെ പെങ്ങളെ മകനാണല്ലോ അങ്ങോട്ട്, ഇവർ പറഞ്ഞാൽ കേൾക്കുന്ന ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ MK ഹാജി വന്നിട്ട് ഇത് 1968 അന്ന് ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണ കാലത്താണ്. അപ്പോൾ അവിടുന്ന് പിന്നെ ഹോസ്റ്റലിലേക്ക് എൻ്റെ ഫാദർ ഫോൺ എനിക്ക് അന്ന് ലാൻഡ് ഫോൺ മാത്രമല്ലേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അഹമ്മദ് കുട്ടി ഉണ്ട് അവിടെ ടൗണിൽ ഇന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ എന്തോ ട്രെയിനിങ്ങിന് പോയതാണ് ഫാറൂഖ് കോളേജിൽ നിന്ന്. അവനോട് അടിയന്തരമായിട്ട് പോയിട്ട് പിന്നെ അത് നിർത്തിയിട്ട് ആ കോഴ്സ് നിർത്തിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ തിരങ്ങാടി വന്നിട്ട് പ്രിൻസിപ്പാളാകാൻ ഞാൻ പറഞ്ഞിങ്ങനൊന്ന് പോയി പറയണമെന്നാണ്. അങ്ങനെ MK ഹാജി വന്നു അപ്പോഴോട് ആവശ്യപ്പെട്ടാണ്. അപ്പം തന്നെ അത് നിർവഹിച്ചു കൊടുക്കുകയാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മുഹമ്മദ് സാഹിബ് അന്ന് താമസിച്ചിരുന്ന സ്ഥലം അവിടുത്തെ ഒരു ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്. ഈ കോഴ്സ് യൂണിവേഴ്സിറ്റി കോളേജിലാണ് കോഴ്സ്. ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ പോയി മുമ്പേ കണ്ടു. ഞാൻ പറഞ്ഞ് പാപ്പ വിളിച്ചിരുന്നു, പിന്നെ നിങ്ങളോട് ഇപ്പം തന്നെ ഇന്ന് തന്നെ രാത്രി പുറപ്പെടണം, തിരങ്ങാടി പോയിട്ട് പ്രിൻസിപ്പാളായി ചേരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. MK ഹാജി ആവശ്യപ്പെട്ടാണ് ഞാൻ. അപ്പോൾ എന്ത് അപ്പം തന്നെ പാക്ക് ചെയ്തു. പാക്ക് ചെയ്തിട്ട് മുമ്പ് അവിടുന്ന് തിരിച്ചു പോന്നു, തിരങ്ങാടി പോയി ജോയിൻ ചെയ്തു. ഓ നമ്മൾ ഏതാണ്ട് അവസാനിപ്പിക്കല്ലേ. പിന്നെ ഈ പടകളെ കുറിച്ചും സംസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. പടകൾ ഈ പടകളെയും ഇതൊക്കെ ഉള്ള ആ കലാ മനസ്സിലുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു മാപ്പിള കലാ സാഹിത്യ താല്പര്യമുള്ള ആളായിരുന്നു ശരിക്കും. നാട്ടിന അതെ മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവന്ന് പ്രേം നസീർ. അത് സത്യത്തിൽ ഒരു എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുക എന്നുള്ള അത് നല്ല ഒരു വിശാല ഹൃദയമുള്ള ഒരാൾ തന്നെയാണ്. ശരിക്കും മത നേതൃത്വം ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഒരു പുരോഗമനം ഇല്ല പലപ്പോഴും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട് ശരിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു എന്താ സാംസ്കാരിക രംഗം, സാംസ്കാരിക മനസ്സ്
യെസ് ഇൻഷാ അല്ലാ നമുക്ക് ഇത്രയും പിന്നെ ഈ വിവരങ്ങളൊക്കെ നൽകി ഓക്കെ താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ അരീക്കോട് സ്ഥാപനങ്ങൾ എൻ കെ ഹാജിയുടെ എഫർട്ടിൻ്റെയോ സ്വപ്നങ്ങളുടെ ഭാഗം തന്നെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഒരു സ്റ്റുഡിയോ റൂമിൽ വെച്ചിട്ട് അതും അള്ളാഹുവിൻ്റെ ഒരു നിമിത്തായിരിക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പിന്നെ മരുമകൻ അല്ലെങ്കിൽ മകളുടെ ഭർത്താവ് ഇങ്ങനെ ഈ വിഷയം ആവിഷ്കരിക്കുക, സംസാരിക്കുക, അത് ഷെയർ ചെയ്യുക എന്നൊക്കെ അവിടെ പഠിച്ചൊരു വ്യക്തിയെ ഞാനുമായി സംസാരിക്കുമ്പോൾ ഇതിന് വൈകാരികതയുണ്ട്, ഇതിന് വലിയ ചരിത്ര മുഹൂർത്തമുണ്ട്. ഇത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത തന്നെ ഒരു അനുഗ്രഹത്തിൽ ഭാഗമായിരിക്കാം. കാരണം പിന്മുറക്കാർ ഏതായാലും ഈ സ്ഥാപനത്തോട് അതേപോലെ ഇതിൻ്റെ അധികാരികളോട് വിവരം നൽകിയ എന്നിവയോടൊക്കെ വലിയ കടപ്പാടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം.